ഫ്രണ്ട്സ് ഫാക്റ്റിൻ്റെ അതായത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലാണ് വേക്കൻസി. ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളെ കുറിച്ചിട്ടും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 ദിവസം മുൻപ് ചെയ്ത വീഡിയോ ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫാക്ട് കേരള റിക്രൂട്ട്മെന്റ് ക്ലർക്ക് ഒഴിവുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് കമൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇതിൽ അപേക്ഷ സമർപ്പണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡൗട്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യുന്നത്, അതായത് അക്നോളജ്മെന്റ് വരുന്നില്ല, അപ്പോൾ അക്നോളജ്മെന്റ് ഇല്ലാതെ നമുക്ക് അപേക്ഷ സെൻഡ് ആക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസും അപ്ഡേഷനൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന അക്നോളജ്മെന്റ് ഇഷ്യൂ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ സോൾവ് ചെയ്ത് തരാം. എങ്ങനെയാണ് നമുക്കത് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടാം ഫാക്ട് ക്ലർക്ക് റിക്രൂട്ട്മെന്റ് ആയിട്ട് നമ്മുടെ പോസ്റ്റിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ജോയിൻ, നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയുള്ള ജോബ്സും അതുപോലെ തന്നെ എയർപോർട്ട് ജോബ്സ്, വർക്ക് ഫ്രം ആമസോൺ ജോബ്സ് തുടങ്ങിയതൊക്കെ നിങ്ങൾക്ക് അതിലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ഉണ്ട്. ഇവിടെ ഏറ്റവും താഴെ നമ്മൾ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട് ഇന്ന് ക്ലിയർ ചെയ്യുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും അതിലുള്ള മറ്റു കാര്യങ്ങളൊന്നും ഇന്നത്തെ വീഡിയോയിൽ പറയുന്നില്ല കേട്ടോ. അപ്പോൾ നോട്ടിഫിക്കേഷനിലായിട്ടുള്ള A to Z കാര്യങ്ങൾ കാണുന്നതിന് വാച്ച് ഓൺ യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് 2 ഫോം ഉണ്ട്. ഒന്ന് ഓൺലൈൻ അപ്ലിക്കേഷനാണ്. ഓൺലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ഫോം. ഇതാണ് ഗൂഗിൾ ഫോം. ഇതാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ ലിങ്ക് കാണാം, ഓഫ്ലൈൻ എന്നുള്ളത്. ഈ ഓഫ്ലൈൻ എന്നുള്ള ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലൊരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ഇത് നമ്മൾ മാനുവലായിട്ട് ഫില്ല് ചെയ്യണം. ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനിതാ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വാച്ച് ഓൺ യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ കാണാം കേട്ടോ നിങ്ങൾ ആദ്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ നമുക്ക് മെയിലിലേക്ക് അക്നോളജ്മെൻറ്റ് വരണം. അതായത് നമ്മളിങ്ങനെ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീറ്റിംഗ് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരണം. അപ്പോൾ അത് പല ഉദ്യോഗാർത്ഥികളും വന്നിട്ടില്ല, എന്നാൽ കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് വന്നതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നമ്മളത് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഈ സൊല്യൂഷൻ വെറുതെ പറയുന്നതല്ല. 2 ദിവസം മുൻപേ ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉദ്യോഗമണ്ഡൽ ഫാക്ട് ഉദ്യോഗമണ്ഡൽ നമ്പർ എടുത്തിട്ട് നമ്മുടെ ഒരു ഉദ്യോഗാർത്ഥിക്ക് കൊടുക്കുകയും ആ ഉദ്യോഗാർത്ഥി അവിടെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെ അന്വേഷിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഗൂഗിൾ ഫോം നിങ്ങളിങ്ങനെ കംപ്ലീറ്റ് ചെയ്തു, നെക്സ്റ്റ് അടിച്ച് പോയി കംപ്ലീറ്റ് ചെയ്തു വിചാരിക്കുക. അങ്ങനെ ഫൈനലി നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്മിറ്റ് ചെയ്ത ഭാഗത്ത് നിങ്ങൾ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങളിത് ഫുള്ള് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ആ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിൻ്റ് എടുക്കുക. ഓക്കെ, അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന അപേക്ഷ ഫോമിൻ്റെ കൂടെ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ അപേക്ഷ ഫോം ഫില്ല് ചെയ്തിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട അപേക്ഷയുടെ കൂടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ വീഡിയോയിൽ ഓൾറെഡി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും വെറുതെ പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുക. ആ വീഡിയോയിൽ ഉള്ളൊരു ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യുക. അതായത് ഈ വീഡിയോയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അക്നോളജ്മെൻറ്റ് നമ്മളിതിൻ്റെ കൂടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്നോളജ്മെൻറ്റ് വരാത്തത് കൊണ്ട്, മെയിലിലേക്ക് അതിൻ്റെ എന്തെങ്കിലും കൺഫർമേഷൻ മെസ്സേജ് ഒന്നും വരാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ ഉള്ളവർക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മെയിലിലേക്ക് ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. മെയിലിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ ഇനി സ്പാം ഫോൾഡർ നോക്കുക. നമ്മളിത് സബ്മിറ്റ് ചെയ്താൽ മെയിലിലേക്കൊന്നും വന്നിട്ടില്ലേ, നിങ്ങൾ ആ മെയിലിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളിത് സബ്മിറ്റ് ചെയ്യുമല്ലോ, സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ സ്ക്രീൻഷോട്ട് നമ്മൾ എന്ത് ചെയ്യുക, എടുത്ത് വെക്കുക കേട്ടോ. ഇനി മെയിലിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് നമ്മൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ എന്തെങ്കിലും ഗ്രീറ്റിംഗ് മെസ്സേജോ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് മെയിലിലേക്ക് വന്ന ആ കാര്യം നിങ്ങൾ അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വെക്കാവുന്നതാണ്. അപ്പോൾ അത് ഈ കാര്യങ്ങൾ ആ രീതിയിൽ നിങ്ങൾക്ക് വെക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെയിലിലേക്കൊന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഗൂഗിൾ ഫോമിൻ്റെ തന്നെ ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ എഴുതി കാണിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി അതല്ല മറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് പറഞ്ഞ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെക്കാം. ഇനി മെയിലിലേക്ക് വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ വറീഡ് ആകണ്ട. ഗൂഗിൾ ഫോം ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ കൊടുക്കുമ്പം നിങ്ങൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക്